സ്നേഹിതരെ, സല്യൂട്ട്. പണ്ട് ശബരിമല ഉണ്ടായിരുന്നത് കൊല്ലം ജില്ലയിലായിരുന്നു. 1982 ശേഷമാണ് പത്തനംതിട്ട ജില്ല ഒരു സ്വതന്ത്ര ജില്ലയായി രൂപീകരണം നടക്കുന്നത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ജോർജ് ബെർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്സ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന്. അതായത് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളുടെ അവസാനത്തെ ആശ്രയമാണ് രാഷ്ട്രീയം എന്ന്. ഇതിനോട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം രാഷ്ട്രീയത്തിലുള്ള വളരെ നല്ല ആൾക്കാരെ, ഒരുപാട് ബുദ്ധിയും കഴിവും ഒക്കെയുള്ള ഒരുപാട് നല്ല ആൾക്കാരെ ഞാൻ എൻ്റെ നേരിട്ട് പരിചയപ്പെടുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരു വ്യക്തി എന്ന് പറയുന്നതാണ് പത്തനംതിട്ട ജില്ലയുടെ പിതാവായി അറിയപ്പെടുന്ന ശ്രീ കെ നായർ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ SP ആയിട്ട് ചുമതല എടുക്കുമ്പോഴും കെ നായർ സാറ് തന്നെയായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ MLA ആയിരുന്നത്. 1980 തോന്നുന്നു അദ്ദേഹം ഒരു പാർട്ടിയിലും ചേരാതെ സ്വതന്ത്ര നിലയിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ്. ആ സമയം മന്ത്രിസഭയിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. മന്ത്രിസഭ വീഴുകയും പിന്നെ കനാൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക മന്ത്രിസഭ വരികയും പിന്നീട് അതും വീഴുകയും ഒക്കെ ചെയ്ത് പിന്നെ 1982 ഇലക്ഷന്റെ സമയത്ത് ശ്രീ കെ നായരെ UDF-ലേക്ക് ശ്രീ കെ കരുണാകരൻ ക്ഷണിക്കുകയും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, പകരം പത്തനംതിട്ട ഒരു സ്വതന്ത്ര ജില്ലയായി പ്രഖ്യാപിച്ചാൽ മാത്രം മതി, അന്ന് തന്നാൽ മാത്രം മതി എന്ന് പറയുകയും അതനുസരിച്ച് ഇലക്ഷന് ശേഷം മന്ത്രിസഭ അധികാരത്തിൽ വന്ന് മാസങ്ങൾക്കകം തന്നെ, അതായത് നവംബർ 1, 1982 കേരള പിറവി ദിവസം പത്തനംതിട്ട ഒരു ജില്ലയായിട്ട് രൂപീകരണം ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ഞാനവിടെ 97 പോകുന്നതെങ്കിലും അപ്പോഴും സംവിധാനങ്ങളൊന്നും പൂർണ്ണമായിരുന്നില്ല. എൻ്റെ SP-യുടെ ഓഫീസ് ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. റെസിഡൻസും എല്ലാം വേറൊരു വാടക കെട്ടിടത്തിലായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി, എല്ലാം വളരെ നല്ല സർക്കാർ ഓഫീസുകളൊക്കെ പിന്നീട് വന്നു. ഞാൻ SP ആയിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് ശബരിമല സീസൺ എന്ന് പറയുന്നത് കയ്യെത്തും ദൂരത്തായിരുന്നു. അതായത് ഓഗസ്റ്റ് മാസം അവസാനം ഞാൻ ചാർജ് എടുക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ 15 കൂടി സീസൺ ആരംഭിക്കും. അന്നൊന്നും ഇങ്ങനെ എല്ലാ മലയാള മാസവും 1-ാം തീയതി നട തുറന്ന് ഭക്തജനങ്ങളെ കയറാനായിട്ട് അനുവദിക്കാൻ സമ്പ്രദായമില്ലായിരുന്നു. അപ്പൊ സീസൺ സമയത്ത് മാത്രമാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുകയും വലിയൊരു ജോലി പോലീസിന് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്നത്. പോലീസിന്റെ ശബരിമലയിലുള്ള ഉത്സവത്തിനുള്ള പോലീസ് ബന്ദോബസ്ത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അയക്കണം. അത് ഒരു സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും. എത്ര പോലീസുകാരെ വേണം, ഏതൊക്കെ സമയത്താണ് ഡ്യൂട്ടി, ഏതൊക്കെ രീതിയിലായിരിക്കണം, പമ്പയിൽ എത്ര പേര് വേണം, സന്നിധാനത്ത് എത്ര പേര് വേണം, എങ്ങനെയാണ് ഡ്യൂട്ടി മാറേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടിയാണ്, ട്രാഫിക്കിന് എത്ര വേണം, VIP സെക്യൂരിറ്റിക്ക് എത്ര വേണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, ബൃഹത്തായ റിപ്പോർട്ട് തയ്യാറാക്കി അയക്കും. അത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വേണ്ട തിരുത്തലുകൾ വരുത്തി സർക്കാരിന് അയക്കും. സർക്കാർ അംഗീകരിച്ചു തരും. അങ്ങനെ ഒരു 2 മാസത്തേക്ക് ജനുവരി 15 വരെയുള്ള കാലഘട്ടത്തിൽ മണ്ഡലപൂജ, മകരവിളക്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സീസണിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പോലീസുകാരും ഒക്കെ ആയിട്ട് ഒരു വളരെ ബൃഹത്തായ ഒരു ബന്ദോബസ്ത് സ്കീം തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് സജസ്റ്റ് ചെയ്തു DGP-യോട്, സർ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ എനിക്ക് പമ്പ കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നാൽ, അതായത് വനിതയായതുകൊണ്ട് അവിടെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പമ്പയ്ക്കപ്പുറത്തേക്ക് പ്രവേശനമില്ലല്ലോ. പക്ഷെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, കാരണം പണ്ടൊക്കെ ശബരിമല ഉത്സവത്തോടനുബന്ധിച്ച് ചില കടകൾ കത്തി നശിച്ചിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ആളപായം വന്നിട്ടുണ്ട്, ചില മെഡിക്കൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആഴി തീയിടുമ്പോൾ തന്നെ അത് കത്തിപ്പടർന്ന് പല സ്ഥലങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അത്യാഹിത സാഹചര്യം വന്നു കഴിഞ്ഞാൽ SP അവിടെ ചെന്നില്ല എന്നുള്ള ഒരു അപവാദം പിന്നീട് ആരെങ്കിലും പറയുമോ, അതുകൊണ്ട് ഞാൻ ഒന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്താലോ എന്നുള്ളൊരു സജഷൻ ഞാൻ ചോദിച്ചപ്പോൾ DGP പറഞ്ഞു, ആലോചിച്ചിട്ട് ശരി, അത് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങിക്കുന്നതായിരിക്കും. കാരണം പഴയ കളക്ടർക്ക് അങ്ങനെ പോകാനുള്ളൊരു ഉത്തരവ് കൊടുത്തല്ലോ, പ്രശ്നങ്ങളൊക്കെ പിന്നീട് അതിന് ശേഷം ഉണ്ടായെങ്കിൽ പോലും അങ്ങനെ ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ശ്രീലേഖ ഒന്ന് ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് അഡ്വക്കേറ്റ് ജനറലിനെ പോയി കൺസൾട്ട് ചെയ്ത് അന്നത്തെ ഗവൺമെന്റ് പ്ലീഡർ വഴി ഒരു കേസ് ഫയൽ ചെയ്തു. എനിക്കും ഒരു ജില്ലാ SP എന്നുള്ള നിലയ്ക്ക് ജില്ല മൊത്തം ചുമതലയുള്ളത് കൊണ്ട്
പമ്പയിൽ നിന്ന് സന്നിധാനം വരെ കയറാനുള്ള അനുവാദം കോടതി അനുവദിച്ച് തരണം എന്ന് പറഞ്ഞ് ഞാനൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസ് അധികം താമസിയാതെ തന്നെ കോടതി വിളിച്ചു വന്ന്. ഡിവിഷൻ ബെഞ്ചായിരുന്നു അത് ഡീൽ ചെയ്തിരുന്നത്. ഡിവിഷൻ ബെഞ്ച് ജഡ്ജിമാരിൽ ഒരാൾ ജസ്റ്റിസ് ഉഷ മാഡം ആയിരുന്നു. അപ്പോൾ മാഡം കുറച്ച് 2-3 സിറ്റിങ്ങിൽ AG മാത്രമാണ് പോയി റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ അതിൽ മാഡം പറഞ്ഞു ശ്രീലേഖ പരാതിക്കാരിയും കൂടെ ഒന്ന് വിളിപ്പിക്കണം, എനിക്കൊന്ന് നേരിട്ട് കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ദിവസം അടുത്ത പ്രാവശ്യം കേസ് വിളിച്ചപ്പോൾ ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഹാജരായി. അവിടെ വെച്ച് ഇത് ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ കൂടെ മാഡം എൻ്റെ അടുത്ത് എണീറ്റ് നിന്ന് ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ എണീറ്റ് നിന്നു, കൂട്ടിലൊന്നും കയറിയില്ല, വശത്തി എന്ന് നിന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, പമ്പ വിട്ടങ്ങോട്ട് കയറണം, മുകളിലോട്ട് കയറണം എന്നുള്ളത് വലിയ നിർബന്ധമാണോ SP-ക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല മാഡം, എനിക്ക് നിർബന്ധമായിട്ടൊന്നും അല്ല, അയ്യപ്പന് ഇഷ്ടമില്ലാത്തത് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല. ഉത്തരവാദിത്തപ്പെട്ട SP എന്നുള്ള നിലയിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ ജില്ലാ SP പോയില്ല എന്നുള്ള ഒരു അപവാദം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനായിട്ട് കേസ് ഫയൽ ചെയ്തതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ശരി എന്ന് മാഡം പറയുകയും കേസ് വിധി പോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയും ചെയ്തു. ഞാൻ SP അണ്ടർ ട്രെയിനിങ് ആയിരുന്ന സമയത്ത് 1988 അവസാനം ശബരിമല സീസൺ വന്നപ്പോൾ അന്ന് എനിക്ക് ഞങ്ങളുടെ എല്ലാവർക്കും, ഞാൻ ബാച്ചിലുള്ള എല്ലാവർക്കും ശബരിമല ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ SP-മാർക്കും അത് ചെയ്യാറുണ്ട്, അത് പ്രധാനമായതുകൊണ്ട്. അപ്പോൾ എനിക്കന്ന് പമ്പയിലുള്ള ട്രാഫിക് ഡ്യൂട്ടി ആയിരുന്നു ചെയ്തിരുന്നത് ഞാൻ. അപ്പോൾ അത് ഭയങ്കര പൊടിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കുന്നത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും പൊടി ഒരുപാട് ശ്വസിച്ചങ്ങ് അകത്തോട്ട് കാറുകളൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, വാഹനങ്ങളും ഒക്കെ. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാഫിക് എന്ന് പറയുന്നത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പോയിരുന്നു. ഒരിടത്ത് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുകൾക്ക് തൊഴുതിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടി തേടി എടുക്കാനും അത് പുറത്തോട്ട് എടുക്കാനും വലിയ വണ്ടികൾ പാർക്ക് ചെയ്യേണ്ട ഏരിയ ക്ലിയർ ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കൊടുക്കാത്തതും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ട്രക്ക്, ട്രാക്ടർ, അങ്ങനെ അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടെ കഴുതകൾ നടക്കുന്നു. കഴുതകൾക്ക് പ്രത്യേക സ്ഥലമില്ല. ഈ കഴുതകളെയൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. അന്ന് ഇതുപോലെ നല്ല വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴുതകളെ കൊണ്ട് ചുമപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും, അങ്ങോട്ട് ശർക്കര, അരി, അതുപോലെ പ്രസാദത്തിനുള്ള കാര്യങ്ങൾ, പൂജാദ്രവ്യങ്ങൾ എല്ലാം ഇങ്ങനെ കഴുതകൾ വലിയ ചുമടായിട്ട് ചുമന്നുകൊണ്ടാണ് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കരാറുകാരുണ്ട്. കരാറുകാർ വന്നിട്ട് കഴുതകളുടെ പുറത്ത് ഇതൊക്കെ കെട്ടിപ്പെറുക്കി വെച്ചിട്ട് ഇങ്ങനെ കയറ്റി വിടും. ചില കഴുതകൾ പോകുന്ന വഴി പ്രസവിക്കും. കൊച്ചു കഴുത കുഞ്ഞുങ്ങൾ വഴി കിടന്ന് പെടയുന്നത് കാണാം. ചില കഴുതകൾ അവശ നിലയിൽ താഴെ കിടക്കുന്നത് കാണാം. ചിലത് ഇങ്ങനെ പുഴു തിന്ന് പകുതി ജീവനുമായിട്ട് ഇങ്ങനെ, ഭയങ്കര ദയനീയമായിരുന്നു കാഴ്ച. കൂടാതെ ഇവർ പോകുമ്പോൾ ഒരുപാട് കാശ് കിട്ടുമല്ലോ, കഴുതകളെ കൊണ്ടുവരുന്നവർക്ക് പൈസ മതി. അപ്പോൾ അവർക്ക് കഴുതകളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വീണ്ടും ചിലവല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ അവർ അവിടെ തന്നെ ഇട്ടിട്ടങ്ങ് പോകും. അപ്പോൾ അത് അതിനേക്കാളും ഭീകരമാണ്, കാരണം കടുവയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ കടുവകൾക്ക് കുശാലാണ്. ഞാൻ SP ആയിട്ട് വന്നപ്പോൾ അതിനൊക്കെ ഒരു വളരെയധികം നിയന്ത്രണം കൊണ്ടുവരാൻ, കഴുതകൾക്ക് പ്രത്യേക സ്ഥലവും ഗർഭിണിയായിട്ടുള്ള കഴുതകളെ പ്രവേശിപ്പിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിലും അടുത്ത കാലത്ത് മാത്രമാണ് ഒരു പാത പുതിയതായിട്ട് ഒരു വശത്തൂടെ പോയി അതിലെ കൂടെ ലോറികളിൽ, ചെറിയ മിനി ലോറികളിൽ സാധനങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത്. അതുവരെ കഴുതകൾ തന്നെയായിരുന്നു ആശ്രയം. ഞാൻ SP അണ്ടർ ട്രെയിനിങ് ആയിരുന്ന സമയത്തും ജോലി ചെയ്തപ്പോൾ പത്തനംതിട്ടയുടെ SP കൂടാതെ സന്നിധാനത്ത് വേറൊരു SP-യും പമ്പയിൽ വേറൊരു SP-യും പ്രത്യേക ചുമതല ആയിട്ട് നിയമിച്ചിരുന്നു. അതും ടേൺ വെച്ചാണ്, മാറി മാറി വരും. ഒരു 10-15-20 ദിവസം കൂടുമ്പോഴേക്കും SP-മാർ മാറി മാറി വരും. അപ്പോൾ അങ്ങനെ ഒരു SP-മാർ ഉണ്ടായിരുന്നു അത് നോക്കാനായിട്ട്. എന്നാലും ഒരു ജില്ലാ SP എന്നുള്ള നിലയ്ക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേസ് കൊടുത്തത്. ഹൈക്കോടതി വിധി വന്നപ്പോൾ എൻ്റെ അപേക്ഷ തള്ളുമായിരുന്നു. ശ്രീലേഖ SP ഒരു വനിതയായതുകൊണ്ട്, പത്തനംതിട്ട SP ആണെങ്കിൽ പോലും അവിടെ 2 SP-മാർ പ്രത്യേക ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടും അങ്ങോട്ടേക്ക് പോകണ്ട, പമ്പ വരെ പ്രവേശിച്ചാൽ മതി, പമ്പ വരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി, അതിനോടപ്പുറമുള്ള കാര്യങ്ങൾ നോഡൽ ഓഫീസേഴ്സും സ്പെഷ്യൽ ഓഫീസേഴ്സും നോക്കിക്കൊള്ളും എന്നുള്ള മട്ടിൽ തള്ളിക്കളയുകയായിരുന്നു. എനിക്കതിലൊരു ബുദ്ധിമുട്ടും തോന്നിയുമില്ല, കാരണം അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗം സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കേസ് കൊടുത്തത്. പക്ഷേ ഇതൊരു വലിയ അന്താരാഷ്ട്ര വാർത്തയായിട്ട് മാറി, ഭയങ്കര വലിയൊരു വാർത്തയായിട്ട് മാറി. എന്നെ ഡൽഹിയിലും ഒക്കെ നിന്നുള്ള ചാനലുകളിൽ നിന്ന് PTA ഒക്കെ എന്നെ നിരന്തരം ഫോണിൽ വിളിക്കുമായിരുന്നു, ഇന്റർവ്യൂ കൊടുക്കാവോ, ഇത് വിവേചനമല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്റെ വയലേഷൻ അല്ലേ, അതായത് ഭരണഘടനയിലുള്ള നമ്മുടെ സ്ത്രീകളുടെ അവകാശങ്ങളുടെ എതിരായിട്ടല്ലേ ഇങ്ങനെ ഒരു ഓർഡർ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര വിവാദമാക്കാൻ ഒരു വലിയ ശ്രമം മാധ്യമക്കാർ ശ്രമിച്ചു വന്ന്. അപ്പോൾ അന്ന് ഞാൻ ഉറച്ചു നിന്ന് ഞാൻ പറഞ്ഞു, ഇതിലൊരു വിവാദവും ഇല്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു പത്രക്കാരോടും സംസാരിക്കാൻ അന്ന് കൂട്ടാക്കിയിരുന്നില്ല. ആവശ്യമില്ലാതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച്.
പിന്നീട് 2018 സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷവും ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അത് അവകാശം സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കയറാം എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് കൊടുത്തെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായതായിട്ട് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ SP ആയിരുന്ന സമയത്ത് ഞാൻ മറ്റൊരു വലിയ കാര്യം മനസ്സിലാക്കി. എനിക്കും അറിവില്ലായിരുന്നു ആ സമയത്ത്. എപ്പോഴും ഞാൻ കരുതിയിരുന്നത് മകരവിളക്ക് എന്ന് പറയുന്ന കാര്യം മാധ്യമങ്ങളൊക്കെ വളരെ പ്രധാനത്തോടു കൂടി കാണിക്കുമ്പോൾ അത് വരുന്ന ഒരു അയ്യപ്പന്റെ ഒരു അനുഗ്രഹത്താൽ വരുന്ന ഒരു മായാജാലമാണ്. ഒരു വിളക്ക് തെളിഞ്ഞു വരുന്നു, ഗരുഡൻ പറക്കുന്നു, അങ്ങനെ വരുന്നത് ഭയങ്കര ആളുകളെല്ലാവരും ഭയങ്കരമായിട്ട് ശരണം വിളി മുഴക്കുന്നു. ഒരു വലിയ അനുഗ്രഹം പോലെയാണ്, ഒരു വലിയ മായ പോലെയാണ്, ഒരു വലിയ വിസ്മയകരമായിട്ടുള്ള എന്തോ സംഭവമായിട്ടാണ് എനിക്ക് അതുവരെ ആ പ്രായത്തിലും തോന്നിയിരുന്നത്. പക്ഷെ അവിടെ SP ആയിട്ട് പോയ ശേഷം ബന്ദോബസ്ത് സ്കീം പ്രിപ്പയർ ചെയ്തപ്പോഴാണ് അറിയുന്നത് രഹസ്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് കുറെ പോലീസുകാരെ അവിടെ വിളക്ക് തെളിയിക്കാനായിട്ട് പൊന്നമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിടും എന്നുള്ളത്. ഇപ്പൊ എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. അന്നും എല്ലാവർക്കും അറിയാവുന്നത്. എനിക്കത് അറിയാൻ പാടില്ല. എന്റെ ഞെട്ടലൊക്കെ കണ്ടിട്ട് പലരും പൊട്ടിച്ചിരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് വേണ്ടിയിട്ട് ആളുകൾ വലിയ ഉരുളിക്കാത്ത ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള ആളുകൾ അവിടെ പോവും. അവിടെ പഴയ ഒരു അമ്പലമുണ്ട്, കാട്ടിനകത്തുള്ള ഒരു പഴയ ഗുഹാക്ഷേത്രം പോലെയുള്ള അമ്പലമുണ്ട്. അവിടെ ആദിവാസികൾ അന്നത്തെ ദിവസം തെളിയിച്ചിരുന്ന വിളക്കാണ് അയ്യപ്പന്റെ ദിവ്യ ജ്യോതിയായിട്ട് പിന്നീട് അറിയപ്പെട്ടിരുന്നതെന്നും പിന്നീട് ആളുകളെ കാട്ടുജാതിക്കാർ അവിടെ നിന്ന് പോയപ്പോൾ അവിടെ ദീപം തെളിയിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കാരണം മകരവിളക്ക് കാണാനായിട്ട് കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ വെളിച്ചമില്ല എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നിരാശപ്പെടുത്തുന്നതിന് തുല്യമല്ലേ. അതുകൊണ്ട് പോലീസ് തന്നെ പോയി വലിയ കുട്ടകത്തിനകത്ത് മണ്ണിട്ട് അതിന്റെ പുറത്ത് കർപ്പൂരം ഇട്ട് കത്തിച്ചിട്ട് അതിങ്ങനെ പൊക്കി പിടിക്കും 2-3 പ്രാവശ്യം. അപ്പൊ അതാണ് മകരവിളക്ക് എന്നുള്ളത് ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 2 വർഷത്തെ അയ്യപ്പന്റെ ഉത്സവം ശബരിമലയിൽ എൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ പമ്പയിൽ നിന്ന് മുകളിലോട്ട് ഒരു പടി പോലും കാല് വെച്ചിട്ടില്ല. പമ്പ വരെയുള്ള മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തു. പമ്പയിൽ പലവട്ടം പോയി. അവിടെയുള്ള ട്രാഫിക് ഒരുപാട് പരിഷ്കരിച്ചു. വളരെ അനായാസമായിട്ട് വാഹനങ്ങൾ പോകാനുള്ള ലെയിൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയും അവിടെ പാർക്കിങ് വിഭജിച്ച് കൊടുക്കുകയും ബസ്സുകൾ എവിടെ, ലോറികൾ എവിടെ, വാഹനങ്ങൾ എവിടെ എന്നുള്ളത് വിഭജിച്ച് കൊടുക്കുകയും കഴുതകൾക്ക് പ്രത്യേകമായിട്ട് ഒരു എൻക്ലോഷർ ഉണ്ടാക്കി അവരെ അതിനകത്ത് ആക്കുകയൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ട്രാഫിക് ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാതെ പല പ്രാവശ്യവും വളരെയധികം ട്രാഫിക് ആക്സിഡൻസ് ശബരിമലയിൽ പോകുന്ന റൂട്ടിലുണ്ടാവും. വടശ്ശേരിക്കരയിൽ മറിയും, റാന്നിയിൽ മറിയും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. വണ്ടി മറിഞ്ഞ ആളുകൾ ഇടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ സ്പീഡ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയും ഒരു ഓവർടേക്കിംഗ് നിരോധിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് ട്രാഫിക്കുമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തത്. ആ 2 വർഷവും ശബരിമലയിൽ വലിയ ഒരു പ്രശ്നവും ഇല്ലാതെ പോയി. എൻ്റെ അച്ഛൻ വളരെ വലിയ അയ്യപ്പ ഭക്തനായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാ വർഷവും എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് കാണുന്നതാണ്. എല്ലാ വർഷവും ശബരിമല ഉത്സവത്തോടനുബന്ധിച്ച് അതിന് മുമ്പായിട്ട് വ്രതമെടുത്ത് 41 ദിവസം കഠിന വ്രതം അച്ഛൻ അവധി എടുത്തുകൊണ്ടൊക്കെ വരും. എന്നിട്ട് 41 ദിവസത്തെ വ്രതം അനുഷ്ഠാനം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടൊക്കെ കെട്ടി എല്ലാം സ്വയമാണ് ചെയ്യുന്നത്. വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് തേങ്ങ നിറച്ച് കെട്ടി ഭയങ്കര ഭക്തിയോടുകൂടി പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എന്നിട്ട് ഞങ്ങൾക്ക് പ്രസാദം, അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ശബരിമലയിലുള്ള അപ്പം, അരവണ, അതുപോലെ ഈ മോദകം, ഗണപതി കോവിൽ അതൊക്കെ കഴിക്കുക എന്നുള്ളത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പൊ അച്ഛൻ നല്ല ഭക്തി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊന്ന് ഞാൻ ജനിച്ച സമയം തൊട്ട് തന്നെ നിരന്തരം ഒരു വർഷം പോലും മുടക്കം വരുത്താതെ പോയിട്ടുള്ള ഒരാളാണ്. അച്ഛന്റെ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അച്ഛൻ അവസാന പ്രാവശ്യം ശബരിമലയിൽ പോയതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് മൂലം മരിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അയ്യപ്പനോടുള്ള ഒരു ഭക്തി എന്ന് പറയുന്നത് അന്ന് എനിക്ക് വലിയൊരു കുറച്ച് നിരാശ, ഇത്രയും ഭക്തിയുള്ള ഒരാളെ ഇത്ര ചെറിയ പ്രായത്തിൽ വിളിച്ചല്ലോ എന്നൊക്കെയുള്ളൊരു നിരാശയൊക്കെ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ശബരിമല ഡ്യൂട്ടിയുമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും വലിയൊരു റോളുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ശബരിമല ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹം. അമ്മയും പറഞ്ഞു, അമ്മ 6 പ്രാവശ്യമേ ശബരിമലയിൽ അയ്യപ്പനെ കണ്ടിട്ടുള്ളൂ, 7ാമത്തെ പ്രാവശ്യം പോകണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കിനി പോകാൻ പറ്റുമോ എന്തോ എന്നൊക്കെയുള്ള വിഷമത്തിൽ അമ്മ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ 50 വയസ്സ് കഴിഞ്ഞ സമയത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കെ ഞാൻ എൻ്റെ അമ്മയുമായിട്ട് പോയി പമ്പയിൽ നിന്ന് സന്നിധാനം വരെ പോയി അയ്യപ്പനെ തൊഴുതിട്ട് വന്നു. പക്ഷെ അതിനുശേഷം ഒരു വലിയ കഥയും ഉണ്ടായി. അത് ഇപ്പം പറയണോ പിന്നെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അയ്യപ്പൻ്റെ കഥയായതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഒരു കള്ളക്കഥ അതിനകത്ത് കിടപ്പുണ്ട്. ഏതോ 2 ആൾക്കാരുടെ പുറകുവശം കാണിച്ചുകൊണ്ട് ഒരു മാധ്യമത്തെ സ്വാധീനിച്ച്
ആരോ ഇട്ട ഒരു കള്ള വിഷ്വൽ കിടപ്പുണ്ട്. ശ്രീലേഖയും അമ്മയും കൂടെ ചേർന്ന് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് പോലീസിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് 18 പടി ചവിട്ടി കയറി എല്ലാവരെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചവിട്ടി കയറിയെന്നും അവിടെ ഭക്തജനങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയെന്നും അവരവരുടെ ഔദ്യോഗിക പദ്ധതി ദുരുപയോഗം ചെയ്തു എന്നും 50 വയസ്സാവുന്നതിന് മുമ്പ് അവർ കയറി അച്ചടക്ക ലംഘനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു കഥ ഉണ്ട്. അപ്പോൾ അത് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അപവാദ കഥകൾക്കൊന്നും പഞ്ഞമില്ലാത്ത നാട്ടല്ലേ, അപ്പോൾ അതെന്താ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതിന് ശേഷം ഒരുപാട് പ്രാവശ്യം എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പോകാലോ ഇനി ഇപ്പം സൗകര്യമായിട്ട് പോയി തൊഴുതിട്ട് വരാലോ, എന്തുകൊണ്ടാണ് ശബരിമല പോകാത്തതെന്ന് ചോദിച്ചെങ്കിലും എൻ്റെ മനസ്സിലെന്തോ എന്ന് പിടിച്ച് പിൻവലിക്കും. ഞാൻ പറയില്ല, എൻ്റെ ഡ്യൂട്ടിയായിട്ട് ഞാൻ ചെയ്യാമെന്നല്ലാതെ എനിക്ക് നേരിട്ട് പോയി ഒന്നും ഇടത്തൊന്നും വേണമെന്ന് ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള മട്ടിൽ നിന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നേ ഉള്ളൂ. സസ്നേഹം, ശ്രീലേഖ.